അവരുടെ കാര്യം പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ദർ അൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് റളിയല്ലാഹു അൻഹ ആ ഖബറിലേക്ക് കടത്തുമ്പോൾ ആ ഖബറിൽ നിന്ന് ഒരു ശബ്ദം പറയുകയാണ്, പുറത്തു വരികയാണ്. എന്താണ് വരുന്നത്? ഈ ഖബറ് മാന്യതയുടെയോ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയോ മറ്റ് ആരുടെ തറവാടോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടത്തിൽ ആര് സൽക്കഹമായി ഈ ഖബറിലേക്ക് വരുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ശിഷ്യൻ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ ആ ഖബറിലേക്ക് വെച്ചപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയാണ്. അപ്പോഴാണ് ഖബറിന്റെ ആ മറുപടി കൊടുത്തത്, ഇവിടെ തറവാട് പറയേണ്ടതില്ല, ഇവിടെ സൽക്കരമായി ആര് വരുന്നവോ ആ ഖബറിൽ അവനെ വിജയം കിട്ടുമെന്ന് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മക്കളെ പോലും ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ നമ്മയെല്ലാം ദോഷങ്ങൾ ധാരാളം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ദോഷങ്ങളുടെ കൂമ്പാരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ധാരാളം ദോഷങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നാം കണ്ണുനീർ വാർത്തുകൊണ്ട് ഹൃദയത്തിൽ നെഞ്ചെടുപ്പ് വേണം. ആ നെഞ്ചിലൂടെ ആ ഹൃദയത്തിൽ നെഞ്ചെടുപ്പോട് കൂടെ കണ്ണുനീർ വാർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നാം അല്ലാഹുവേ ചെയ്ത തെറ്റുകൾ നീ പുറത്തു തരണം, ഈ മാപ്പ് ചെയ്ത് തരണേ എന്നുള്ള ആ വ്യസനത്തോടു കൂടെയുള്ള കൽപ്പപ്പെട്ടിയുള്ള പ്രാർത്ഥന നാം നടത്തുമ്പോഴൊക്കെ അല്ലാഹു നമ്മെ മാപ്പ് ചെയ്യും. അല്ലാഹു തആല മാപ്പ് ചെയ്യുമാറാവട്ടെ, ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അജല്, നമ്മുടെ മരണം അവധി എപ്പോൾ തീരുമെന്ന് അറിയില്ല. അതുകൊണ്ട് നാം ഒക്കെ അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഖബറിനെ ഓർമ്മിച്ചുകൊണ്ട് നാം ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന കാര്യം നാം